കശ്മീരിലെ ഹസ്രത്ത് ബാൽ ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഈ ഒരു ജുമാ മസ്ജിദിനെ പറ്റി പറയുമ്പോൾ വളരെയേറെ മഹത്വമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ പള്ളിയും അതിൻ്റെ പരിസരങ്ങളൊക്കെ കാണാം. ഇവിടെ നിറയെ പ്രാവുകളെ നമുക്ക് കാണാൻ സാധിക്കും. മുഗൾ രാജാക്കന്മാരാണ് ഈ ഒരു മസ്ജിദും അതേപോലെ ഇത്ര വിശാലമായ രീതിയിൽ ഇതിനെ വിപുലീകരിച്ചിട്ടുള്ളത്. ധാരാളം വിശ്വാസികൾ ഇവിടെ ഷഅർ മുബാറക്ക് സന്ദർശനത്തിനും അതേപോലെ ഈ മസ്ജിദ് സന്ദർശനത്തിനൊക്കെ ഇവിടെ എത്താറുണ്ട്. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ ഹസ്രത്ത് ബാൽ ജുമാ മസ്ജിദ്. ലോകം കാണാൻ ഇറങ്ങുമ്പോൾ, ട്രാവൽ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആ സ്ഥലത്ത് വണ്ടി എവിടുന്ന് കിട്ടും, എന്ത് ഫുഡ് കഴിക്കും, എവിടെ റൂം കിട്ടും എന്നൊന്നും ചിന്തിക്കാതെ അങ്ങനെ പോവാം. അവിടെ എത്തുമ്പോൾ ഏത് വണ്ടിയിലാണ് കയറേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, നമുക്ക് ഭാഷ അറിയില്ല, നമുക്ക് പോകേണ്ട സ്ഥലം അറിയില്ല. അങ്ങനെ പോയിട്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ ആ യാത്ര നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളും പാഠങ്ങളും നൽകുന്നത്. ഇങ്ങനെ ചുറ്റും കണ്ടോ കുറേ പ്രാവുകൾ, സൗണ്ടുകളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഭക്ഷണം, പ്രാവിന് ഒരു തീറ്റ കൊടുക്കുമ്പോൾ പ്രാവ് ഇങ്ങനെ വന്ന് നിറയുന്നുണ്ട്. ബാക്കോട്ട് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ട് ഇവിടെയുള്ള കുറേ മനുഷ്യന്മാരെ കണ്ട് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങി അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ കുറേ വാതിലുകൾ തുറക്കപ്പെടുന്നത്. അവിടെ ഒളു എടുക്കാൻ അതേപോലെ ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു അത്ഭുതം കണ്ട്, അതായത് കാശ്മീരിൽ കണ്ട ഒരു അത്ഭുതം മീൻസ് ഒരു വെറൈറ്റി. ഇവിടെ ഒരു കർട്ടനും കണ്ടത് മാറ്റി ഇങ്ങനെ പോയാൽ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ പള്ളി കയറുന്ന സ്ഥലം, അവിടെ ഇങ്ങനെ കയറിയിട്ട് താഴോട്ട് വന്നാൽ ഇവിടെ ചെറിയൊരു ഇങ്ങനെ പുറത്തൊരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ് ഉള്ളിൽ കയറിയാൽ ഇവിടെ ഒരു മറയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ സംഭവം അറിയില്ല. നിസ്കരിക്കേണ്ട സ്ഥലമാണ്. അവിടെ നിസ്കരിക്കുന്ന സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോയി അതുപോലെ കാശ്മീരി ആളുകൾ കിടക്കുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ നിലത്തുണ്ടോ ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ചൂട്, അടിയിൽ തീ കത്തിക്കാണോ എന്താ അറിയില്ല, നല്ല ചൂട്. നമ്മളൊരു പൊരിഞ്ഞ വെയിലത്ത് ടൈൽസ് ചവിട്ടിക്ക് നിൽക്കില്ല, അതേപോലെ ഉണ്ട് ഒരു പ്രത്യേക ഫീലിങ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ചൂടാട്ടോ. സംഭവം എന്താണെന്നറിയില്ല. അടിയിൽ കൂടെ പോയി നോക്കിയിട്ടൊന്നും കാണില്ല. അവിടെ ബാത്റൂമൊക്കെ ഉള്ളത്, ഹീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട്. അതായത് ഇതൊരു വെറൈറ്റി ആയി. മോനെ കാശ്മീരിൽ സൂര്യനെ കണ്ട്, സൂര്യൻ അങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ വീട്ടിൽ സൂര്യൻ ഉണ്ട് കേട്ടോ. ചൂടൊക്കെ വരുമ്പോണ്ടല്ലോ എന്തൊരു സന്തോഷം അറിയോ. നാട്ടിൽ ചൂടെടുക്കുമ്പോൾ ഫാന് വേശി വിട്ടെടുക്കുക, ഇവിടെ ചൂട് വരാൻ വേണ്ടി നോക്കുക. സൂര്യൻ്റെ വില എപ്പോഴാണ് സൂര്യനാണോ, സൂര്യൻ്റെയൊക്കെ വില എപ്പോഴാട്ടോ മനസ്സിലായത്. എന്താ സുഖം. വെയിലിങ്ങോട്ട് വന്നപ്പോണ്ടല്ലോ ഒന്നും പറയാനില്ല. ഹസ്രത്ത് ബാൽ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റ് നേരെ കുറച്ച് താഴോട്ട് ഇറങ്ങിയാൽ ഒരു മാർക്കറ്റാണ്. അവിടെ കുറച്ച് നേരം കണ്ടായിരുന്ന ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ പേരെന്താ ഓർമ്മയില്ല. അവിടെ 100 രൂപയ്ക്ക് നല്ല അടിപൊളി ബിരിയാണി.